Good evening, ma'am. Good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. മഴയൊക്കെ പെയ്യുന്നുണ്ടോ നിങ്ങളുടെ അവിടെ? മഴ പെയ്യുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്കുണ്ട് മാം. ഇവിടെ നല്ല മഴയാണ്. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഇവിടെ നല്ല മഴയാ മാം. ഗുഡ് ഈവനിങ് മാം. Good evening, miss. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് മാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ അതിനു മുമ്പായിട്ട് ആരെങ്കിലും ഒന്ന് പ്രെയർ ചെയ്യട്ടോ. പ്രെയർ ആരാ ചെയ്യാം? പ്രെയർ ആരാ ചെയ്യാം? ഭാവന ഒരു പ്രെയർ ചെയ്യും. ചെയ്തതായാലും മതി കേട്ടോ, മുമ്പ് ചെയ്തിരുന്നതായാലും മതി. Okay, ma'am. Wait a minute. Bless my heart and bless my soul, bless my day and bless my night. Thank you for the moon and sun, thank you for the trees and birds, thank you for the food and shelter, thank you God for everything. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ നമ്മൾ എടുത്തു തുടങ്ങിയായിരുന്നു. റീഡ് ചെയ്തായിരുന്നു നിങ്ങള്? ക്ലാസ് കഴിഞ്ഞതിന് ശേഷം റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? എത്ര പേര് റീഡ് ചെയ്തു? എല്ലാവരും റീഡ് ചെയ്തോ? മുബീന റീഡ് ചെയ്തോ? Yes, ma'am. മനസ്സിലായോ? റീഡ് ചെയ്തിട്ട് മനസ്സിലായോ എന്താണെന്ന്? മനസ്സിലായി. മനസ്സിലായല്ലേ? നമ്മള് സെന്റർ, എൻകോഡ്, മെസ്സേജ് ചാനൽ അതൊക്കെ പറഞ്ഞായിരുന്നോ? പറഞ്ഞിരുന്നല്ലേ? ഇതൊക്കെ ക്ലിയർ ആയി? സംശയമൊന്നുമില്ല? Clear ആണ് ma'am. ക്ലിയർ ആണല്ലേ? അപ്പൊ ഞാനിതിനെ നിങ്ങൾക്ക് പെട്ടെന്ന് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്, പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ നോട്ട്സ് എഴുതാൻ റെഡി ആണോ? Yes, ma'am. ഓക്കെ. അതായത് ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമുക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ആണ് ഇത് എഴുതിപ്പിക്കുന്നത് കേട്ടോ. ഞാൻ അങ്ങനെ നോട്ട്സ് എഴുതാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല, നിങ്ങൾ തന്നെയാണ് നോട്ട്സ് ഉണ്ടാക്കേണ്ടത്. പക്ഷെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ മൊത്തം കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത് ആണ്. അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ വ്യക്തമായിട്ട് സെൻഡർ, എൻകോഡ്, മെസ്സേജ് ചാനൽ, ഡീകോഡ്, റിസീവർ എന്തായാലും അറിഞ്ഞിരിക്കണം. പിന്നെ നോയ്സ്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഒന്ന് എഴുതുക. അതിനുശേഷം നമുക്ക് വീണ്ടും PDF നോട്ടിലേക്ക് വന്നിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ. ദെൻ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക സെന്റർ കേട്ടോ. സെന്റർ അതായത് ഇതിനകത്ത് നമുക്ക് ഈ ഒരു PDF കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് വേർഡ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ടെന്ന് കരുതിയിട്ടാണ് സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിൽ എഴുതിക്കൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ. സെന്ററിന് ഹെഡിങ് കൊടുത്തോ? Yes, ma'am. ഓക്കെ. എഴുതുക. സെന്ററിന്റെ എക്സ്പ്ലനേഷൻ എഴുതുക. സെന്റർ ഈസ് ദ പേഴ്സൺ. സെന്റർ ഈസ് ദ പേഴ്സൺ who generates the idea for communication. The idea for communication. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇതിനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിങ്ങളോട് പറയൂ കേട്ടോ. എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായതെന്ന് വ്യക്തമായിട്ട് പറയണം. ഓക്കെ. സെന്റർ ഈസ് ദ പേഴ്സൺ ഹു ജനറേറ്റ്സ് ദ ഐഡിയ ഫോർ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. ദെൻ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. അടുത്തൊരു സെന്റൻസ് ആയിട്ട് എഴുതാം.
He initiate. മാം ഒന്നുകൂടി പറയോ? He initiate എന്ന് പറഞ്ഞാൽ എന്താണ്? മുൻകൈ എടുക്കുന്നു അല്ലെ? Initiates the communication process. ഒരു പ്രാവശ്യം കൂടി പറയാം കേട്ടോ. Sender is the person who generates the idea for communication. He initiates the communication process. എത്തിക്കഴിഞ്ഞോ? എഴുതിക്കഴിഞ്ഞെങ്കിൽ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ. എന്താണ് ഇവിടെ പറയുന്നത്? ദീപ്തി ഹരി ഒന്ന് പറഞ്ഞു മോളെ, എന്താണ് ഇവിടെ പറയുന്നത്? സെൻറ്റർ എന്ന് പറയുന്നത് ആരാ അതിനകത്ത്? ദീപ്തി ഹരി മനസ്സിലായോ പറഞ്ഞത്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താ അതിനെ കുറിച്ച്, സെന്ററിനെ കുറിച്ച് അവിടെ പറയുന്നേ? എന്താ ആള് ചെയ്യുന്നേ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരു സോഴ്സ് ഓഫ് കമ്മ്യൂണിക്കേറ്റ്. അതായത് സെന്റർ എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെ കമ്മ്യൂണിക്കേഷൻ ഐഡിയ അല്ലെങ്കിൽ ആശയവിനിമയം എന്ന് പറയുന്നത്. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക്, എനിക്ക് അങ്ങനെ മനസ്സിലായി. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക്. അപ്പൊ ഞാനാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇപ്പൊ ഞാനാണ് സെന്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു, ഞാൻ എന്താണ് ചെയ്യുന്നത്? ഞാൻ മുൻകൈ എടുക്കുന്നു അല്ലെങ്കിൽ ഞാൻ ജനറേറ്റ് ചെയ്തിട്ടാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാനാണ് മുൻകൈ എടുക്കുന്നത് അല്ലെ? ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് ഞാനാണ് ആദ്യം മുൻകൈ എടുക്കുന്നത്. അപ്പൊ അദ്ദേഹത്തെ നമുക്ക് എന്ത് വിളിക്കാം? സെന്റർ എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങളാണ് എനിക്കൊരു ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ അയക്കുന്നതെങ്കിൽ നിങ്ങളാണ് അവിടെ ഇനീഷ്യേറ്റ് എടുക്കുന്നത്, ഞാനല്ല. അപ്പൊ നിങ്ങൾ ആരായി? സെന്റർ ആയി. ക്ലിയർ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ. ഈ PDF-ലുള്ള നോട്ടിനേക്കാളും കുറച്ചും കൂടി സിമ്പിൾ അല്ലേ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്? ആണോ? ഹെൽപ്ഫുൾ ആണോ? ഓക്കെ. അതെ. ഓക്കെ. ഓക്കെ. അപ്പോ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ ഒരു എന്താ പറയാ, ഒരു കമ്മ്യൂണിക്കേഷൻ അത് ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് സെന്റർ ആണ്. മാത്രമല്ല സെന്റർ ആണ് ആശയവിനിമയം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന് ഇനീഷ്യേറ്റ് എടുക്കുന്നത് കേട്ടോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് എൻകോഡ്. എൻകോഡിങ് കേട്ടോ, അതെന്താണെന്നൊന്ന് എഴുതാ. എൻകോഡിങ്. എൻകോഡിങ് എന്താണെന്ന് എഴുതാം. സെൻഡർ, എന്റെ എക്സ്പ്ലനേഷൻ ആണ് കേട്ടോ പറയുന്നേ. സെൻഡർ എൻകോഡ്സ് ഹിസ് ഐഡിയാസ് ഇൻടു എ മെസ്സേജ്. സെൻഡർ എൻകോഡ്സ് ഹിസ് ഐഡിയാസ് ഇൻടു എ മെസ്സേജ്. ഓക്കെ, സെൻഡർ എന്താ ചെയ്യുന്നത്? അതായത് എന്താണോ ആശയം, എന്താണോ ഐഡിയ, അതിനെ ഒന്ന് എൻകോഡ് ചെയ്തിട്ട് അത് മെസ്സേജിന്റെ രൂപത്തിലാക്കി മാറ്റുന്നു. ഓക്കെ, അതാണ് അവിടെ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. സെൻഡർ ഐഡിയാസിനെ ക്രോഡീകരിച്ചതിനെ എൻകോഡ് ചെയ്തുകൊണ്ട് മെസ്സേജിന്റെ രൂപത്തിലാക്കി മാറ്റുന്നു. ഓക്കെ, ദെൻ അതിനകത്ത് വരുന്ന ഒരു നെക്സ്റ്റ് പോയിന്റും കൂടി എഴുതിക്കോളൂ കേട്ടോ. Encoding is the process of transferring ideas into the
form of signals or messages. Form of signals or messages. ഒന്നും കൂടി പറയാം കേട്ടോ. Encoding is the process of transferring ideas into the form of signals or messages. Okay. അതായത് സെൻഡറിന്റെ മൈൻഡിലുള്ള ഐഡിയാസിനെ സിഗ്നലുകളായോ അല്ലെങ്കിൽ മെസ്സേജുകളായോ മാറ്റുന്ന പ്രക്രിയയാണ് എന്ത്? എൻകോഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ അത് സിഗ്നലുകളായോ അല്ലെങ്കിൽ മെസ്സേജുകളായോ മാറ്റുന്നു. അതിനെയാണ് എന്ത് പറയുന്നത്? എൻകോഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇപ്പൊ എന്റെ മനസ്സിൽ ഒരു ആശയം തോന്നുവാണ്, ഇന്ന ഒരു കഥ എഴുതിയാലോ എന്ന് തോന്നുവാണ്, അല്ലെങ്കിൽ ഇന്നൊരു പോയം എഴുതിയാലോ എന്നൊക്കെ തോന്നുവാണ്. അത് ഞാൻ ടൈപ്പ് ചെയ്ത് എന്താണ് ഒരു ഫോൾഡറിലാക്കി സൂക്ഷിച്ചു വെക്കുകയാണ്. അതെന്താണ്? എൻകോഡിംഗ് ആണ് അല്ലെ? ഓക്കെ. ദെൻ അടുത്തൊരു പോയിന്റും കൂടി എഴുതാം. They are transmitted to a receiver through a channel. They are transmitted to a receiver through a channel. എന്റെ മനസ്സിലുള്ള ഐഡിയാസ് ഞാൻ എൻകോഡ് ചെയ്ത് മെസ്സേജുകളായി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അത് റിസീവറിലേക്ക് ഒരു ചാനൽ വഴി എന്ത് ചെയ്യുന്നു? ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? അപ്പോ നമ്മളിപ്പോ സെൻഡർ എഴുതി, എൻകോഡിംഗ് എഴുതി. ദെൻ അടുത്തത് മെസ്സേജ് ആണ്. മെസ്സേജ് കേട്ടോ. Message is the information. Message is the information that is passed from. Message is the information that is passed from sender to receiver. Sender to receiver. മെസ്സേജ് എന്ന് പറഞ്ഞാല് എന്താണ്? ഇൻഫോർമേഷൻ ആണ് അല്ലെ? വിവരങ്ങളാണ്. അത് പാസ് ചെയ്യുന്നത് സെൻഡറിൽ നിന്ന് റിസീവറിലേക്കാണ്. ഓക്കെ. ഒരു പോയിന്റും കൂടി ഉണ്ട് കേട്ടോ അതിനകത്ത്. മെസ്സേജ് ക്യാൻ എയ്തർ ബി വെർബൽ. മെസ്സേജ് ക്യാൻ എയ്തർ ബി വെർബൽ ഓർ നോൺ വെർബൽ. Message can either be verbal or non-verbal. മെസ്സേജ് എന്ന് പറയുന്നത് ഒന്നുകിൽ വെർബൽ ആവാം അല്ലെങ്കിൽ നോൺ വെർബൽ ആവാം. ഓക്കെ. വെർബൽ എന്ന് പറഞ്ഞാല് പറയാൻ പറ്റുന്ന അല്ലെ? വാചികം എന്നാണ് അതിനർത്ഥം വരിക, പറയാനായിട്ട് സാധിക്കുന്നത്. നോൺ വെർബൽ എന്ന് പറഞ്ഞാല് ആക്ഷൻസിലൂടെ പാസ് ഔട്ട് ചെയ്യുന്നത്. അപ്പോ ഇതിനൊക്കെയാണ് എന്ത് പറയുന്നത്? ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ. ക്ലിയർ? ഒന്ന് തമ്പ് ചെയ്യാട്ടോ. ക്ലിയർ ആയെങ്കിൽ തമ്പ് ചെയ്യാം. മെസ്സേജ് ഒന്നുകൂടെ വായിക്കോ? ആ, വായിക്കാലോ. ഏതാണ്? രണ്ടാമത്തെ പോയിന്റ് ആണോ? ആദ്യത്തെ അല്ലേ? മെസ്സേജ് ഈസ് ദ ഇൻഫോർമേഷൻ. Message is the information that is passed from sender to receiver. Sender to receiver.
എഴുതിയോ മുബീന? ഓക്കെ മാം. ഓക്കെ. മാം അടുത്ത സെന്റൻസ് കൂടി ഒന്ന് വായിക്കും. അടുത്ത സെന്റൻസോ? മെസ്സേജ് ക്യാൻ എയ്തർ ബി വെർബൽ. മെസ്സേജ് ക്യാൻ എയ്തർ ബി വെർബൽ ഓർ നോൺ വെർബൽ. Message can either be either verbal or non-verbal. വെർബൽ ആകാം അല്ലെങ്കിൽ നോൺ വെർബൽ ആകാം. ഓക്കെ. നെക്സ്റ്റ് വൺ എന്താണ്? നമ്മളിപ്പോ സെൻഡർ എഴുതി, എൻകോഡിങ് എഴുതി, മെസ്സേജ് എഴുതി. നെക്സ്റ്റ് വൺ എന്താ പറയുന്നേ? എന്തായിരുന്നു? ചാനൽ. ചാനൽ. ഓക്കെ, ചാനലിന് ഹെഡിങ് കൊടുക്കുക കേട്ടോ. It is the medium. It is the medium that carries it is the medium that carries message from a sender to a receiver. It is the medium that carries message from a sender to a receiver. Okay, ഒന്നുകൂടി പറയാം. It is the medium that carries messages from a sender to a receiver. ചാനൽ എന്ന് പറയുന്നത് ഒരു മീഡിയം ആണ് അല്ലെ? അതെന്താ ചെയ്യുന്നത്? സെൻഡറിൽ നിന്ന് റിസീവറിലേക്ക് മെസ്സേജ് പാസ് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു മീഡിയം ആണ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ ഏതായിരുന്നു? ചാനലിന് ശേഷം ഡീകോഡിംഗ് എന്താണെന്ന് എഴുതാം കേട്ടോ. Decoding is the process of interpreting. സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? INTER PRETING. Interpreting. The message. Interpreting the message sent by the sender. Decoding is the process of interpreting the message sent by the sender. Okay. അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സില് റിസീവർ തനിക്ക് ലഭിച്ചിട്ടുള്ള അത് ഒരു സെന്റൻസും കൂടി ഇട്ടോ, അതും കൂടി എഴുതിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്രയും വരെ എഴുതിയോ നിങ്ങള്? ഞാൻ പറഞ്ഞ സെന്റൻസ് എഴുതിയായിരുന്നോ? അടുത്തൊരു സെന്റൻസ്. ഇൻ എ കമ്മ്യൂണിക്കേഷൻ പ്രോസസ് decoding is done by the receiver. In a communication process, decoding is done by the receiver. Okay.
അപ്പൊ ഡീകോഡ് ചെയ്യുന്നത് ആരാണ്? റിസീവർ ആണ്. എൻകോഡ് ചെയ്യുന്നത് ആരാണ്? എൻകോഡ് സെൻഡർ ആണ് എൻകോഡ് ചെയ്യുന്നത് കേട്ടോ. ഡീകോഡ് ചെയ്യുന്നത് റിസീവർ. ഇതിന്റെ എക്സ്പ്ലനേഷൻ പറയാം. കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സില് റിസീവർ തനിക്ക് ലഭിച്ച മെസ്സേജിന്റെ മീനിങ് ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അതായത് വ്യാഖ്യാനിക്കുന്നു. ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഡീകോഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് ലഭിച്ചെന്ന് വിചാരിക്കുക. ഞാൻ ആ മെസ്സേജ് എന്ത് ചെയ്യും? എന്റേതായിട്ടുള്ള ഒരു അർത്ഥത്തില് എടുക്കും. അതായത് ഞാൻ ആ മെസ്സേജിനെ എങ്ങനെ നോക്കി കാണുന്നു, എങ്ങനെ വ്യാഖ്യാനിക്കുന്നു, അതിനെയാണ് എന്ത് പറയുന്നേ? ഡീകോഡിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ റിസീവർ അല്ലെ. സ്വീകർത്താവിനെ കുറിച്ച് നമുക്ക് എഴുതണ്ടേ? റിസീവർ എഴുതാം കേട്ടോ. റിസീവർ സ്പെല്ലിങ് തെറ്റാതെ നോക്കുക. RECEIVER റിസീവർ. ഓക്കെ, സിമ്പിൾ ആണല്ലേ. റിസീവർ ഈസ് ദ പേഴ്സൺ. റിസീവർ ഈസ് ദ പേഴ്സൺ who receives who receives message from sender. Message from sender. Receiver is the person who receives message from the sender. ഓക്കെ, അതായത് സെൻഡർ അയക്കുന്ന മെസ്സേജ് സ്വീകരിച്ച് അതിന്റെ അർത്ഥം ഇന്റർപ്രറ്റ് ചെയ്യുന്ന, വ്യാഖ്യാനിക്കുന്ന വ്യക്തിയാണ് സ്വീകർത്താവ് കേട്ടോ. ഓക്കെ, റിസീവർ കഴിഞ്ഞ പിന്നെന്താ വരിക? റിസീവർ കഴിഞ്ഞാല് എന്താ വരിക? ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് എന്തായിരുന്നു? ഫീഡ്ബാക്ക് എന്താ ഫീഡ്ബാക്ക്? ഒന്ന് കമന്റ് ചെയ്ത്. എന്താ ഫീഡ്ബാക്ക്? എന്താണ് ഫീഡ്ബാക്ക്? റിയാക്ഷൻ, മെസ്സേജിനുള്ള റിപ്ലൈ. റെസ്പോൺസ് കേട്ടോ, അതാണ് ഫീഡ്ബാക്ക്. ഓക്കെ, എഴുതിക്കോളൂ കേട്ടോ. ഫീഡ്ബാക്ക്, ഇറ്റ് ഈസ് ദ റെസ്പോൺസ് ഓഫ് എ റിസീവർ. ഇറ്റ് ഈസ് ദ റെസ്പോൺസ് ഓഫ് എ റിസീവർ ടു എ മെസ്സേജ്. ടു എ മെസ്സേജ്. It is the response of receiver to a message. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഇപ്പോ നമ്മളിപ്പോ യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് കമന്റ് ഇടുകയാണെങ്കിൽ അതിനെ എന്താണ് പറയാ? ഫീഡ്ബാക്ക് എന്നാ പറയാ. ഇതൊരു റെസ്പോൺസ് അല്ലേ? ഓക്കെ, നമ്മൾ എന്തിനാണോ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്നത് അതൊക്കെ ഫീഡ്ബാക്ക് ആയിട്ടാണ് വരുന്നത് കേട്ടോ. ദെൻ ലാസ്റ്റ് വൺ എന്താണ്? എന്താ പറയുന്നേ? നോയ്സ് അല്ലേ? ഓക്കെ, എനിത്തിങ് ദാറ്റ് എഴുതിക്കോളൂ കേട്ടോ. എനിത്തിങ് ദാറ്റ് ഡിസ്റ്റർബ് കേട്ടോ. എനിത്തിങ് ദാറ്റ് ഡിസ്റ്റർബ് the communication process
anything that disturb the communication process is called noise. Okay, anything that disturb the communication process is called noise. ഈ നോയ്സിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിനകത്ത് പക്ഷെ അങ്ങനെ കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. നോയ്സിനെ 3 രീതിയിൽ നോയ്സ് ഉണ്ട്. അതായത് ഒരു കമ്മ്യൂണിക്കേഷനിൽ 3 രീതിയിൽ നോയ്സ് ഉണ്ടാവാം. എങ്ങനെയൊക്കെയാ ഉണ്ടാവാം നിങ്ങളൊന്ന് പറഞ്ഞേ. ഒരു കമ്മ്യൂണിക്കേഷൻ, ഇപ്പൊ ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എങ്ങനെയൊക്കെയാണ് ആ നോയ്സ് ഉണ്ടാവുക? എങ്ങനെയാ? പുറത്തുനിന്ന് വേറെ എന്തെങ്കിലും ഒരാൾ വരിക, അങ്ങനെ എന്തെങ്കിലും വരുമ്പം ആ കമ്മ്യൂണിക്കേഷന് ഒരാളുടെ വേറൊരാളുടെ സംസാരം വരുമ്പോ വരും. അത് ഇപ്പം ചാനൽ വഴിയാണെങ്കിൽ, ഫോണൊക്കെ ആണെങ്കിൽ റേഞ്ച് പ്രോബ്ലം വരുമ്പം ഇന്ററപ്ഷൻ വരും. അതിനെ എന്താ വിളിക്കുക മുബീന? ചാനൽ വഴി വരുന്ന നോയ്സ് ആണെങ്കിൽ അതിനെ വിളിക്കുക എന്താ? ചാനൽ നോയ്സ് എന്നാ വിളിക്കുക കേട്ടോ. മിസ്റ്റേക്ക് ഇപ്പൊ ജ്യോതി പറഞ്ഞില്ലേ, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോ ഒരു മിസ്റ്റേക്ക് വന്നു, അത് നമുക്ക് പറ്റുന്നതല്ലേ മെസ്സേജ് ചെയ്യുമ്പോ. ഇപ്പൊ അധികം അങ്ങനെയല്ലേ വാട്സപ്പ് വഴിയൊക്കെ അപ്പൊ എന്തെങ്കിലും സ്മൈലീസ് ഒക്കെ കരുതിയതാവില്ല നമ്മള് വിടുന്നത്. അപ്പൊ അതൊരു ഇന്ററപ്ഷൻ. ആ ഒരു മെസ്സേജിനെ ശരിയായ രീതിയിലല്ലല്ലോ എടുക്കുന്നത്. അങ്ങനെ തടസ്സങ്ങൾ വരാറുണ്ട് അല്ലെ. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ചാനൽ നോയ്സ് ആണ്. അതായത് any disturbance that occurs to the medium of communication is considered as the channel noise. Example, network problem, weak signals. ആശയവിനിമയം നടക്കുന്ന ആ ഒരു സമയത്ത്, അതായത് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനലില്, അതായത് മാധ്യമത്തിൽ, ആ മീഡിയത്തിൽ ഉണ്ടാകുന്ന തടസ്സം അല്ലെങ്കിൽ നോയ്സിനെയാണ് എന്ത് പറയുന്നത്? ചാനൽ നോയ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ വരാം അല്ലെ, റേഞ്ച് ഇഷ്യൂ വരാം. അതിനെ പറയുന്നതാണ് എന്ത്? ചാനൽ നോയ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? എന്താണ് ചാനൽ നോയ്സ് എന്ന് മനസ്സിലായോ? ഓക്കെ. ദെൻ രണ്ടാമത്തെ നോയ്സ് എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ നോയ്സ് എന്നാ പറയുക. അതായത് മനഃശാസ്ത്രപരമായിട്ടുള്ള നോയ്സ്. അതെന്താണ് അർത്ഥമാക്കുന്നത്? എന്താണ് അതിന്റെ മീനിങ്? എങ്ങനെയാണ് സൈക്കോളജിക്കൽ നോയ്സ് ഉണ്ടാവുക? അത് വേ ഓഫ് സ്പീച്ച് ആണ്. വേ ഓഫ് സ്പീച്ച് ആണ്. എങ്ങനെയാണ് അത് വരിക? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? അത് നമ്മളിപ്പോ ഇപ്പൊ സങ്കടം വരുമ്പോ ആ ഒരു ടോണിലല്ലേ. അപ്പൊ അത് കേൾക്കുന്ന ആൾക്ക് ചിലപ്പോ നമ്മളെ ഏത് രീതിയിലാണ് പറയുന്നത് എന്നുള്ളത് അവരുടെ മനസ്സിനനുസരിച്ചാവും അവരത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. എങ്ങനെയാണ് പറയുന്നത്, ഈ മെസ്സേജ് എന്താന്നുള്ളത്. ശരിയാണ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഏർപ്പെടുന്ന പേഴ്സൺസ്, ഇൻഡിവിജ്വൽസിന്റെ, അതായത് വ്യക്തികളുടെ മൈൻഡിനെ അസ്വസ്ഥമാക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് സൈക്കോളജിക്കൽ നീഡ്സ് ആയിട്ട് പരിഗണിക്കാവുന്നതാണ് കേട്ടോ. അതായത് ഞാനും നിങ്ങളും തമ്മിലിപ്പോ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ആരെങ്കിലും ഒരാളെ, ഞാനിപ്പോ എന്റെ ഒരു സംസാരം കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് സങ്കടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഭയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ടെങ്കിലൊക്കെ എന്താണ്, അത് സൈക്കോളജിക്കൽ നോയ്സ് എന്നാണ് അതിനെ പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോ ചാനൽ നോയ്സ് പറഞ്ഞു, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ നോയ്സും പറഞ്ഞു. ക്ലിയർ ആണോ? മനസ്സിലായോ? രണ്ട് നോയ്സ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഓക്കെ. അടുത്തത് സെമാന്റിക് നോയ്സ്. സെമാന്റിക് നോയ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെമാന്റിക് നോയ്സ് എന്താ മുബീന? സെമാന്റിക് നോയ്സ് ഇതിന്റെ മീനിങ് മനസ്സിലായില്ല മാം.
സെമാന്റിക് നോയ്സ് എന്ന് പറഞ്ഞാല് ഭാഷാപരമായിട്ടുള്ള തടസ്സം എന്നാണ് കേട്ടോ. അപ്പൊ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? നമ്മള് രണ്ട് ലാംഗ്വേജിലുള്ള ആൾക്കാർ സംസാരിക്കുമ്പോ അത് തന്നെ, രണ്ട് പേര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ പരിചിതമില്ലാത്ത ഭാഷയാണ് ഒരാൾ ഉപയോഗിക്കുന്നതെങ്കിൽ എന്താ അവിടെ ഉണ്ടാവുക? സെമാന്റിക് നോയ്സ് ആണ് ഉണ്ടാവുക. പരിചിതമല്ലാത്ത ഭാഷ, അതുപോലെ തന്നെ വളരെ കടുകട്ടിയുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസുകള്, ദെൻ തെറ്റായിട്ടുള്ള സിംപിൾസ്, അതുപോലെ തെറ്റായിട്ടുള്ള ഗ്രാമാറ്റിക്കലി, അതായത് ഗ്രാമർ ഒക്കെ തെറ്റിയിട്ട് നമ്മൾ പറയില്ലേ, അപ്പോ ഫ്രേസസ് പറയുമ്പോ അത് തന്നെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതും എന്താണ്? നോയ്സിന് ഇടയാവാറുണ്ട്. അപ്പൊ ഇത്തരം നോയ്സിനെയാണ് എന്ത് പറയുന്നത്? സെമാന്റിക് നോയ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ പ്രധാനപ്പെട്ട 3 നോയ്സുകളാണുള്ളത്. ഒന്ന് ചാനൽ നോയ്സ്, രണ്ടെന്തായിരുന്നു പറഞ്ഞായിരുന്നേ? രണ്ടാമത്തേത് പൊളിറ്റിക്കൽ നോയ്സ്, മൂന്നാമത്തേത് സെമാന്റിക് നോയ്സ്. ഓക്കെ അപ്പൊ ഇത്രയുമാണ് എന്ത് നമുക്ക് ഈ ഒരു ഭാഗത്തില് കൂടുതൽ സിമ്പിൾ ആവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത്. കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ നോട്ടിൽ ഉണ്ടായിട്ടും കൂടി ഒറ്റൊരു സെന്റൻസിൽ പറഞ്ഞു തന്നത് കേട്ടോ. ദെൻ ഇതൊന്ന് വായിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ നോയ്സ് വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ടായി എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഒരു 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, കമ്പോണൻസിന് കമ്മ്യൂണിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 4 പോയിന്റും സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനും ഒന്ന് മൈൻഡിൽ റീഡ് ചെയ്യാം. എല്ലാവരും റീഡ് ചെയ്യാം കേട്ടോ. റീഡ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. നോയ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള 4 കാര്യങ്ങളാണ് ആ 4 പോയിന്റ്സിൽ പറയുന്നത് കേട്ടോ. വായിച്ചു കഴിഞ്ഞെങ്കിൽ പറയുക.
ഓക്കെ, വായിച്ചോ? ഓക്കെ, വായിച്ചു അല്ലേ? സബീക്ക നിസാം, സബീക്ക. മാം, നമ്മളെ 4 പോയിന്റ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന്? ഓക്കെ മാം. Sender may create noise is disses an event incorrectly. അത് സെൻഡർ അയക്കണ വോയിസ് അല്ല മെസ്സേജ് കറക്റ്റ് അല്ലാതെ ഇരിക്കുകയോ എന്തെങ്കിലും ആണെങ്കിൽ അത് കറക്റ്റ് ആവാതിരിക്കുക, തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നതെങ്കിൽ അത്. പിന്നെ ബാക്കി പറയണോ? 4 പോയിന്റും പറയണം. The encoding process may contain noise if faulty symbols are selected to represent the idea. The encoding process നടക്കുമ്പോൾ ആ കിട്ടുന്നത് സെൻഡർ അയച്ചത് തെറ്റായിട്ടല്ലേ എൻകോഡിങ്ങിൽ എത്തുക. അപ്പോ ആ നോയ്സ് ഫോൾട്ടി സിമ്പിൾസ് ആയിട്ട് സെലക്ട് അത് റെപ്രസെന്റ് ചെയ്ത ഐഡിയ ആയിരിക്കില്ല എൻകോഡ് ചെയ്യുമ്പോൾ കിട്ടുക. അതായത് എൻകോഡ് ചെയ്യുമ്പോൾ സിമ്പിൾസ് ഒക്കെ തെറ്റായിട്ട് വരിക. ഓക്കെ, അപ്പൊ അത് തെറ്റായിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഒരു മെസ്സേജിലേക്ക് പോകുമല്ലേ അത്? അതാണ് അവിടെ പറയുന്നത് കേട്ടോ. തേർഡ് പോയിന്റ്. The channel may contain noise that prevent the message from getting through exactly. ചാനലിൽ ഉണ്ടാവുന്ന നോയ്സസ് മെസ്സേജിനെ പ്രിവെന്റ് ചെയ്യും. എന്തെങ്കിലും ഡിസ്റ്റർബൻസ്, ചാനലിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് അത് എക്സാക്റ്റ് ആയിട്ട് നമുക്ക് എന്താണ് കൺവേ ചെയ്തത് എന്ന് മനസ്സിലാവാൻ കഴിയാത്തൊരവസ്ഥ. അതായത് എക്സാക്റ്റ് ആയിട്ട് കറക്റ്റ് ആ ഒരു പ്ലേസിൽ മെസ്സേജ് എത്താതെ വരും ചാനലിനുള്ള നോയ്സ് മൂലം കേട്ടോ. അടുത്തത് റിസീവർ മേ ഡീകോഡ് ദ മെസ്സേജ് ഇൻകറക്റ്റ്ലി ഓർ മിസ്പ്രസന്റ് ദ മീനിങ്. അതായത് ഡീകോഡ് ചെയ്യുമ്പോഴും അതേ സംഭവം തന്നെ നമുക്ക് കിട്ടിയത് എന്താ പറയുക ഇൻകറക്റ്റ് ആയിട്ടായിട്ടും വ്യാഖ്യാനിപ്പിക്കും. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ ജ്യോതി ഉദയ പറഞ്ഞു തന്നില്ലേ, ഒരു കാര്യം പറഞ്ഞു തന്നില്ലേ, അത് ആയിട്ട് തന്നെ നമുക്ക് കണക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു സബീക. Then മുബീന ഒന്ന് പറഞ്ഞ 4 പോയിന്റ് ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്. സബീക്ക് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു, എന്നാലും ഒന്നും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. 1 മിനിറ്റ്. ഓക്കെ. ആദ്യത്തേത് സെൻഡർ ഒരു മെസ്സേജ് അയക്കുന്നത് ഇൻകറക്റ്റ് ആയിട്ട് അയക്കുന്നുണ്ടെങ്കിൽ അത് റിസീവർക്ക് എത്തുമ്പോഴേക്ക് അതിന്റെ മീനിങ് മനസ്സിലാവാതിരിക്കും. അതൊരു നോയ്സ് ആണ്. അതുപോലെ എൻകോഡിംഗ് പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എൻകോഡിങ്ങിൽ ഇപ്പോൾ സിമ്പിൾസ് അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം തെറ്റായ സിമ്പിൾസും ഒക്കെയാണ് അയക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യത്തെ ഐഡിയ എന്താന്നുള്ളൊരു ഐഡിയ റിസീവർക്ക് കിട്ടില്ല. അപ്പൊ അത് രണ്ടാമത്തെ നോയ്സ് ആണ്. പിന്നെ ചാനലിൽ ഉണ്ടാവുന്ന നോയ്സ്, അത് ഈ നെറ്റ്വർക്ക് ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലെയുള്ളത്. അപ്പോൾ മെസ്സേജ് കറക്റ്റ് ആയിട്ട്, അപ്പം ബ്രേക്ക് ആയിട്ടൊക്കെയാണ് ആ മെസ്സേജ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം
ഫുള്ളായിട്ട് അത് എന്താന്ന് മനസ്സിലാവില്ല. അപ്പം ഇടയ്ക്ക് ബ്രേക്ക് ആയിട്ട് വീണ്ടും വോയിസ് ബ്രേക്ക് ആയി പോവാന്നുണ്ടെങ്കിൽ അതെന്താ മെസ്സേജ് എന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ റിസീവർക്ക് സാധിക്കില്ല. അടുത്തത് റിസീവർ ഈ സെൻഡർ സെൻഡ് ചെയ്ത മെസ്സേജ് എൻകോഡ് ചെയ്ത മെസ്സേജ് ഡീകോഡ് ചെയ്യുന്നിടത്തുള്ള പ്രശ്നം. അത് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലാതെയാണ് ആ റിസീവർ അത് നോക്കിയെന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന നോയ്സ്. അപ്പൊ അത് മെസ്സേജ് തന്നെ ഡിഫറെന്റ് ആയിട്ടാണ് തോന്നുന്നത്. സെൻഡർ എന്താണോ അയച്ചത് ആ മെസ്സേജ് ആവില്ല റിസീവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി താങ്ക് യു. ദെൻ ഒരാള് കൂടി പറയണം കേട്ടോ. ആരാ പറയാ ഇനി? ദീപ്തി ഹരി ഒന്ന് പറയാമോ? ദീപ്തി ഹരി. ദീപ്തി ഹരി ഉണ്ടോ അവിടെ? ദെൻ ആരിഫ അജ്മൽ. ആരിഫ. യെസ് മാം. ആ ഒന്ന് പറഞ്ഞ മോളെ ആരിഫ. സെൻഡർ അയച്ച മെസ്സേജ് നോയ്സിൽ വരുമ്പോ കറക്റ്റ് ആയിട്ടല്ല. സെൻഡർ മൈ ക്രിയേറ്റ് നോയ്സ് ഇഫ് ഇറ്റ് ഇസ് സെൻഡർ അയച്ച മെസ്സേജ് നോയ്സിൽ വരുമ്പോ ഇൻകറക്റ്റിലായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അവിടെ ഒരു നോയ്സ് ആണ് സെൻഡർ അയച്ചത്. അതായത് സെൻഡർ ക്രിയേറ്റ് ചെയ്യുന്ന ഇത് മെസ്സേജുകൾ ഇൻകറക്റ്റ് ആയിട്ട് വരുമ്പോൾ അതവിടെ തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ഓക്കെ, അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത്, The encoding process may contain noise if faulty symbols are selected to represent the idea. ഇപ്പൊ നമ്മ തെറ്റായ സിമ്പിൾസ് ആണ് നമ്മ അയച്ചെങ്കിൽ അത് ആ നോയ്സ് തന്നെ പോകുമ്പോ എന്തായാലും അവിടെ സെറ്റ്. അപ്പൊ ആ ഐഡിയ സെൻഡർ അയച്ച ഐഡിയ എന്തായാലും വേറെ ആയിട്ടായിരിക്കും മനസ്സിലാവാനിരിക്കുന്നത്. ഓക്കെ ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, The channel may contain noise that prevents the message from getting through exactly. അപ്പൊ ഈ ചാനൽ ഉണ്ടായ നോയ്സ് ഇപ്പോഴത്തെ നെറ്റ്വർക്കിന് ഇഷ്യൂ ആണെങ്കിൽ അവർക്ക് ഇപ്പൊ റിസീവർക്ക് കിട്ടുന്ന മെസ്സേജ് ചിലപ്പോൾ കറക്റ്റ് ആയിട്ടല്ല കാണുന്നത്. ചിലപ്പോ എക്സാക്ട്ലി ആ ഒരു മെസ്സേജ് നമുക്ക് മനസ്സിലാകത്തില്ല റിസീവറിന് കിട്ടുമ്പോ. The receiver may decode the message incorrectly or misrepresent the meaning. അത് റിസീവറിന് അപ്പൊ ഡീകോഡിൽ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും നോയ്സ് എന്തെങ്കിലും ആണെങ്കിൽ ആ മെസ്സേജ് അവർക്ക് മനസ്സിലാകത്തില്ല. കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും ഐഡിയ അവർക്ക് കൊടുക്കും, സെൻഡറിന് കൊടുക്കുന്നത്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് 3 പേരോടായിട്ടാണ് ഞാൻ ചോദിച്ചത്. 3 പേർക്കും ഇതെങ്ങനെയാണ് മനസ്സിലായി എന്നറിയാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചത്. ഓക്കെ, അതായത് ഈ 4 കാര്യങ്ങളെ വെച്ചുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ജ്യോതി ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ 4 കാര്യങ്ങളെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാക്കാനായിട്ട് പറ്റുമോ? ഇപ്പൊ ജ്യോതി ഒരു മെസ്സേജ് ഒരാൾക്ക് ഹസ്ബൻഡ് വൈഫിന് അയച്ച മെസ്സേജ് ആയിട്ടാണ് ജ്യോതി ആ ഒരു കണക്ഷൻ പറഞ്ഞത് അല്ലെ. അപ്പൊ ഈ 4 കാര്യങ്ങളെ നമുക്ക് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പറ്റുമോ? എന്തെങ്കിലും ഒരു എന്താ പറയാ, ഇപ്പൊ ആദ്യം എന്താ പറയാ, തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നത് അല്ലെ. അതായത് സെൻഡർ ക്രിയേറ്റ് ചെയ്യുന്ന മെസ്സേജ് തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടുന്നു. ആ ഒരു ഇത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എക്സാമ്പിൾ പോലെ ചെയ്യാനായിട്ട് സാധിക്കുമോ? പറ്റുമോ മുബീന? ചെയ്യാൻ സാധിക്കുമോ? നോക്കട്ടെ മാം, ആലോചിച്ച് നോക്കട്ടെ. ഇപ്പൊ വേണ്ട, ഒന്ന് സമയം എടുത്ത് ഫ്രീ ആവുമ്പോ ഒന്ന് ചെയ്താൽ മതി. ഒരു ആക്ടിവിറ്റി ആയിട്ടൊന്നും തരുന്നതല്ല നിങ്ങൾക്ക്, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാൻ പറ്റുമെന്ന് അറിയാനാണ് കേട്ടോ. ഓക്കെ, എല്ലാവരും എന്ത് ചെയ്യാ, ഒന്ന് ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ സ്റ്റെപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതെല്ലാവരും വായിച്ചെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള
കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് കേട്ടോ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത് കമ്മ്യൂണിറ്റി എന്ന് ഇതായിട്ടുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ്. കമ്മ്യൂണിറ്റി എന്ന ഒരു വേർഡിന്റെ മീനിങ് വരുന്നത് കോമൺ എന്നാണ്. കോമൺ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവായിട്ടുള്ള അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള, അതിനെയാണ് നമ്മൾ കോമൺ എന്ന് വിളിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ ഈസ് ഷെയറിംഗ് കോമൺ എക്സ്പീരിയൻസ് വിത്ത് അതേഴ്സ്. അതായത് മറ്റുള്ളവരുമായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയാ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാ, അല്ലെ? ഓക്കെ, അതുപോലെ തന്നെ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് പാസിംഗ് ഐഡിയാസ് ഓർ ഫീലിംഗ്സ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അതായത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അയാളുടെ, അതായത് രണ്ടു കൂട്ടരുടെയും ഐഡിയാസും ഫീലിങ്സും ഷെയർ ചെയ്യുന്നതിനെയാണ് അല്ലെങ്കിൽ പാസ് ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു നീണ്ട കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മളിപ്പോ അന്യോന്യം, ഇതിപ്പോ നമ്മള് ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ടാണ് അല്ലെ നിങ്ങളുമായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഒരു സെക്കൻഡ്. ടീച്ചിങ്ങിന്റെ ഭാഗമായിട്ടാണ് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതല്ല, മറിച്ച് ഒരു ദിവസം ആ ഒരു ടീച്ചിങ് മാറ്റി വെച്ച് ഞാൻ നിങ്ങളോട് 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നേരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ ഐഡിയാസ് അല്ലെങ്കിൽ എന്റെ ഫീലിങ്സ് നിങ്ങളുടെ ഐഡിയാസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് എന്താവും? പാസ് ചെയ്യും, അല്ലെ? അതിനെയാണ് എന്ത് പറയാ? കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, അടുത്തത് ഇവിടെ പറയുന്നുണ്ട്. സോറി കേട്ടോ, എനിക്ക് ചെറുതായിട്ടൊന്ന് ചുമ വരുന്നുണ്ട്. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ തിരിച്ചു വരാം. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സ് അതുപോലെ തന്നെ നമ്മുടെ ഐഡിയാസ് ഒക്കെ എന്താണ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്നതിനെയാണ് കോമൺ ആയിട്ട് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇനി കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ അറ്റ്ലീസ്റ്റ് 2 വ്യക്തികളെങ്കിലും വേണം. ഓക്കെ, അറ്റ്ലീസ്റ്റ് മിനിമം 2 വ്യക്തികളെങ്കിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക? കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഓക്കെ, അതായത് 2 വേ, അതായത് 2 പേരുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സാധ്യമാകുക. ആ ഒരു കമ്മ്യൂണിക്കേഷനെ പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ആളുകളെ, വ്യക്തികളെ പറയുന്നത് സെൻഡർ ആൻഡ് റിസീവർ എന്നാണ്. അതായത് സ്വീകർത്താവും അതുപോലെ തന്നെ അയക്കുന്ന ആളും. ഓക്കെ, സെൻഡർ ആൻഡ് റിസീവർ. ഇനി ഒരു പേഴ്സണിന് മാത്രമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മാത്രമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഓക്കെ, ഇപ്പൊ ചിലവരൊക്കെ പറയുന്നത് കേൾക്കാം, നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ മിററിൽ ചെന്ന് നോക്കി പറഞ്ഞാൽ മതി എന്നല്ലേ? നിങ്ങൾ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? മിററിൽ ചെന്ന് സങ്കടങ്ങളൊക്കെ പറയാറുണ്ടോ? ആരോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ? മിറർ നോക്കി പറയാറുണ്ടോ? ഉണ്ടോ? യെസ് മാം. പറയാറുണ്ട് അല്ലേ? അപ്പൊ നിങ്ങക്ക് റിലീഫ് കിട്ടാറുണ്ടോ? കിട്ടും, കുറച്ച് കിട്ടും അല്ലേ? ഓക്കെ, അപ്പോ ആ ഓപ്പോസിറ്റ് അതിന് ആ മിററിലും ആരുണ്ട്? ഒരു വ്യക്തി ഉണ്ട് അല്ലെ? അതായത് നമ്മുടെ തന്നെ പ്രതിബിംബം എന്ന് പറയാല്ലോ അതിനെ, അല്ലെ? അപ്പോ അവിടെയും എന്ത് വരുന്നുണ്ട്? 2 വ്യക്തികൾ വരുന്നുണ്ട്. അതായത് ഒരാള് തന്നെയാണ്, എന്നാലും ഓപ്പോസിറ്റിൽ നിൽക്കുന്ന, അതായത് മറുഭാഗത്ത് നമ്മുടെ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രതിബിംബമാണ് നിൽക്കുന്നത് അല്ലെ? വേറൊരാള് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അപ്പോ അതിലും ഒരു 2 വേ കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. നമുക്ക് പറയാനുള്ളത് ആ ഒരു രൂപത്തോട് എന്ത് ചെയ്യുന്നു? നമ്മൾ പറയുന്നു, നമുക്ക് റിലീഫ് കിട്ടുന്നു. ഓക്കെ,
ഇനി ഒരാൾക്ക് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. ഓക്കെ, ഒരാള് മാത്രമാണെങ്കിൽ അവിടെ കമ്മ്യൂണിക്കേഷൻ, മറ്റേ ഞാൻ പറഞ്ഞു മിററിലാവുമ്പോൾ നമ്മുടെ പ്രതിബിംബത്തോടാണ് നമ്മൾ പറയുന്നത് അല്ലെ. പക്ഷെ ഒരാൾക്ക് മാത്രമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട് പറ്റില്ല. ഇപ്പൊ നമ്മള് വെറുതെ ഇപ്പൊ മിററിൽ നോക്കാതെ നമ്മൾ നമ്മളോട് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കുറെ ഇങ്ങനെ പറയാം, പക്ഷെ അത് നമുക്ക് വ്യക്തമായിട്ട് അതിനെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനില് രണ്ട് വ്യക്തികൾ തമ്മിൽ, അതായത് രണ്ടു പേരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആയിട്ട് നടക്കുന്നുണ്ടെന്ന് നമുക്ക് തോന്നണമെങ്കിൽ, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവണമെങ്കിൽ രണ്ടു പേരുടെ ഐഡിയാസ്, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രണ്ടു പേരുടെ ഐഡിയാസ്, അതുപോലെ തന്നെ അവരുടെ ഇൻഫോർമേഷൻസ് പാസ് ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ലെവലൊക്കെ എന്താണ്, സെയിം ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? അതായത് രണ്ടുപേര് തമ്മിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ അതിനകത്ത് ഐഡിയകളൊക്കെ അല്ലെങ്കിൽ ഫീലിങ്സ് ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ രണ്ടുപേരും പരസ്പരം അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കുമെന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ട് വ്യക്തികളെ എടുക്കാം. അതായത് ഇപ്പോ മുബീൻ ഒരു വ്യക്തി, ആൽഫ ജേക്കബ് ഒരു വ്യക്തി. ഇവര് രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ആണ്, പരസ്പരം ഇവര് സംസാരിക്കാറുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പോ ഇവരുടെ രണ്ടുപേരുടെ തിങ്കിങ് ലെവല് അല്ലെങ്കിൽ ഇവര് പറയുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ ഇവരുടെ ഐഡിയാസ്, ഈ കാര്യങ്ങളൊക്കെ ഒരേ വേവ് ലെങ്തിലാണെങ്കിൽ അവിടെ അത് രണ്ടു കൂട്ടർക്കും മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഒരാളുടെ പ്രശ്നം മറ്റേയാൾക്ക് മനസ്സിലായിട്ട് അതിന് സൊല്യൂഷനൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്കതിനെ എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, അതിലൊന്നാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരാളോട്, അതായത് ഒരാൾക്ക് മറ്റൊരാളോട് ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയുമ്പോൾ എന്താണ്, കുറച്ച് ആശ്വാസമൊക്കെ കിട്ടും. അതിനെ പറയുന്നതും എന്ത് തന്നെയാണ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമുക്ക് ഭയങ്കര സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആണെങ്കിൽ, ഭയങ്കര ടെൻസ്ഡ് ആണെങ്കിലൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മള് കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളുണ്ട് അല്ലെ. അത് ചിലപ്പോൾ നമ്മുടെ അമ്മയാകാം, അല്ലെങ്കിൽ അച്ഛനാകാം, അല്ലെങ്കിൽ ബ്രദർ, സിസ്റ്റർ, ഫ്രണ്ട്സ്, ആരുമായിക്കൊള്ളട്ടെ. അവരോട് നമ്മൾ നമ്മുടെ ഫീലിങ്സ് അവരോട് കമ്മ്യൂണിക്കേറ്റ്, അവരോട് തുറന്നു പറയുമ്പോൾ അവരത് എടുക്കുന്ന രീതിയും അവരെന്താണ് നമുക്ക് അതിനു വേണ്ടി തരുന്ന സൊല്യൂഷൻ, അത് കേൾക്കുമ്പോൾ തന്നെ എന്താണ്, നമ്മളൊന്ന് കൂളാവും അല്ലെ. അപ്പൊ അതിനെ എന്ത് പറയാം, നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആണെന്ന് നമുക്കതിനെ പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഒരു സ്റ്റുഡന്റ് ടീച്ചറിനെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ടീച്ചറിൽ നിന്നുള്ള ഇൻഫോർമേഷൻസ് അവന് കിട്ടുമ്പോൾ എന്താണ്, അവനെല്ലാം കേൾക്കുന്നുണ്ടായിരിക്കാം, അവനെല്ലാ അറിവുകളും അല്ലെങ്കിൽ നോളജും കാര്യങ്ങളും അല്ലെങ്കിൽ അറിവുകളും കാര്യങ്ങളൊക്കെ ധാരാളം അവന് കിട്ടുന്നുണ്ടായിരിക്കാം. പക്ഷെ ആ കുട്ടി ചിലപ്പോ ആ ടീച്ചറെ മനസ്സിലാക്കണം എന്നില്ല. ഓക്കെ, അതായത് നമ്മളിപ്പോ ക്ലാസ് റൂമിലേക്ക് ഇരിക്കുന്ന സമയത്താണെങ്കിൽ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ഓക്കെ, കുറെ കാര്യങ്ങൾ ടീച്ചർ പറയുന്നുണ്ട്, പക്ഷെ അത് നമ്മള് നല്ലൊരു സെൻസോട് കൂടി, അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു സെൻസോട് കൂടി നമ്മളത് എടുക്കണം എന്നില്ല. അപ്പോ അവിടെ ശരിക്കും എന്താ, അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നില്ല. കാരണം അത് ഒരാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലെ, ഞാൻ കുറെ നേരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ. നിങ്ങളിത് കേൾക്കുന്നുണ്ട്, കാരണം എന്താണ്, എല്ലാവരെയും എനിക്കിവിടെ കാണാം, നിങ്ങളിവിടെ കേൾക്കുന്നുണ്ട്, നിങ്ങൾ ഈ ഒരു ഇതിനകത്ത് കയറി എന്ന് എനിക്ക് മനസ്സിലാകും. പക്ഷെ ഞാൻ ഈ പറയുന്ന സമയത്ത് ഞാൻ പറയുന്ന രീതിയിൽ ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഓക്കെ, അപ്പൊ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ഒന്ന് എംപതിയാണ്, രണ്ട് ഫീഡ്ബാക്ക് ആണ്. എംപതി എന്ന് പറഞ്ഞാൽ എന്താണ്, സഹാനുഭൂതി എന്നാണ് അർത്ഥം. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാല് റെസ്പോൺസ് എന്നാണ് അർത്ഥം. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രണ്ട് വ്യക്തികൾ തമ്മില് എന്ത് വേണം, അതായത് ഒരാള് മറ്റൊരാളെ കേൾക്കാനായിട്ട് തയ്യാറാകണം, കേട്ട് കഴിഞ്ഞ് അയാൾക്കുള്ള റെസ്പോൺസ് കൊടുക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ അവിടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മള് ഇപ്പോ
ആരെങ്കിലും നിങ്ങളോട് വന്ന് പറയാണ് എനിക്കൊരു വിഷമം ഉണ്ടെന്ന് നിങ്ങളോട് വന്ന് പറയാണ്. അപ്പൊ നിങ്ങളെ കണ്ടിട്ട് അവര് പറയാണ് ഞാൻ എന്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തോട്ടെ എന്ന് ചോദിക്കുകയാണ്. നിങ്ങളിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നേ അവരങ്ങനെ വന്ന് ചോദിക്കുന്നത് അല്ലെ. അങ്ങനെ വന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അതിന് ചെവി കൊടുക്കണം, അവരെ ലിസൺ ചെയ്യണം അല്ലെ. പ്രോപ്പർ ആയിട്ട് ഐ കോണ്ടാക്ട് ഒക്കെ കീപ്പ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്, ലിസൺ ചെയ്യേണ്ടത് കേട്ടോ. ഐ കോണ്ടാക്ട് എപ്പോഴും കീപ്പ് ചെയ്യണം. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഐ കോണ്ടാക്റ്റിൽ എന്ത് ചെയ്യുക? സംസാരിക്കുക എന്നുള്ളത്. ഒരാള് വന്ന് കാര്യങ്ങള് പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുമ്പോൾ അത് അയാൾ ആ പറയുന്ന തീരുന്നത് വരെ എന്ത് ചെയ്യുക? നമ്മൾ കേൾക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആദ്യം ചാടിക്കേറി ഒന്നും എന്ത് ചെയ്യരുത്, ഒരു കാര്യങ്ങളും അയാളോട് പറയരുത്. അയാൾക്ക് ഫുൾ പറയാനുള്ളത് എന്ത് ചെയ്യുക? നമ്മൾ കേൾക്കുക. കേട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? റെസ്പോൺസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതിപ്പോ കുഞ്ഞുങ്ങളായാലും കുട്ടികളായാലും ആ കുഞ്ഞിന് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? ആ കുഞ്ഞെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആദ്യം അടിക്കാനായിരിക്കും പോവുക. പക്ഷെ അടിക്കുന്നതിന് മുമ്പ് അവന് പറയാനുള്ള കാര്യം കേൾക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായി അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങളാണെങ്കിൽ ഇപ്പോ ഒരാള് നിങ്ങളുടെ അടുത്ത് വന്ന് എന്തെങ്കിലും പ്രോബ്ലം പറയാണെന്ന് വിചാരിക്കാം. ഓക്കെ, എന്തെങ്കിലും പ്രോബ്ലം വന്ന് പറഞ്ഞു, നിങ്ങൾ എന്താ ചെയ്യുക? ഒരു പ്രോബ്ലം, മുബീന മോൾ എന്താ ചെയ്യുക? ഒരാള് വന്ന് ഒരു പ്രോബ്ലം പറഞ്ഞു, എന്താ ചെയ്യുക ആദ്യം? ആദ്യം അവര് പറയുന്നത് നമ്മള് കേൾക്കും. എന്നിട്ട് നമ്മള് അവരെ സമാധാനിപ്പിക്കാനുള്ളത് പറയും. സമാധാനിപ്പിക്കാനുള്ളത് പറയും അല്ലേ? എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ ഹെൽപ്പ് ചെയ്ത് കൊടുക്കോ? അതെ, എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഹെൽപ്പ് ചെയ്ത് കൊടുക്കും അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത്? കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത് കേട്ടോ. എപ്പോഴും മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ഒരു വ്യക്തി മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല ഒരിക്കലും. മിററിലായാലും നമ്മുടെ പ്രതിബിംബം ഉണ്ടാകും. അപ്പൊ അത് 2 പേരായ അല്ലെ. അങ്ങനെയാണ് എന്ത് നടക്കുക? കമ്മ്യൂണിക്കേഷൻ നടക്കുക. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫീലിങ്സും എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യുന്നതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാ. എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അവിടെ 2 വ്യക്തികൾക്കും അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് മനസ്സിലാകുന്ന 2 പേരുടെ വേവ് ലെങ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കുള്ളൂ. 2 പേർക്കും 2 കൂട്ടരുടെയും ഫീലിങ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒരു കാര്യം ചെയ്യാം. കമ്പോണൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഒന്ന് വായിച്ചിട്ട് വരിക കേട്ടോ. അപ്പൊ കൂടുതൽ പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചിട്ട് വരിക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാം. അടുത്തത് വരുന്നത് ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആണ് കൂടുതൽ വരുന്നത്. കുട്ടികളുമായിട്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. Good night. Thank you, ma'am. Okay, ma'am. Good night. Good night. Thank you.